നമസ്കാരം. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അതീവ രഹസ്യങ്ങൾ ചോർത്താൻ ചൈനീസ് ഹാക്കർമാർ വൻതോതിൽ ചാരപ്രവർത്തനം നടത്തിയതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. മുൻ പ്രധാനമന്ത്രിമാരായ ബോറിസ് ജോൺസൺ, ലിസ് ട്രസ്, ഋഷി സുനക് എന്നിവരുടെ അടുത്ത സഹായികളായ ഉന്നത ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകളാണ് ചൈനീസ് ഹാക്കർമാർ ഹാക്ക് ചെയ്തത്. 2021 മുതൽ 2024 വരെയുള്ള കാലയളവിലാണ് ഓപ്പറേഷൻ സോൾട്ട് ടൈഫൂൺ എന്ന പേരിൽ ഈ വൻകിട സൈബർ കടന്നുകയറ്റം നടന്നത്. ബോറിസ് ജോൺസൺ, ലിസ് ട്രസ്, ഋഷി സുനക് എന്നിവർ അധികാരത്തിലിരുന്ന സമയത്ത് അവരുടെ ഏറ്റവും അടുത്ത സഹായികളും തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നവരുമായ ഉന്നത ഉദ്യോഗസ്ഥരെയാണ് ഹാക്കർമാർ ലക്ഷ്യമിട്ടത്. ലണ്ടനിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 10 ഡൗണിംഗ് സ്ട്രീറ്റിലെ ഉദ്യോഗസ്ഥരുടെ ഫോണുകളിലേക്ക് നുഴഞ്ഞുകയറിയതിലൂടെ ബ്രിട്ടന്റെ ആഭ്യന്തര വിദേശ നയങ്ങളെ സംബന്ധിച്ച അതീവ രഹസ്യമായ വിവരങ്ങൾ ചോർത്താൻ ചൈനീസ് ഹാക്കർമാർക്ക് സാധിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. ചൈനീസ് ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹാക്കർ സംഘമാണ് സോൾട്ട് ടൈഫൂൺ. സാധാരണ ഹാക്കിങ്ങുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച ഇന്റർനെറ്റ് സേവന ദാതാക്കളുടെ ശൃംഖലകളിൽ നുഴഞ്ഞു കയറിയാണ് ഇവർ വിവരങ്ങൾ ചോർത്തുക. വ്യക്തികളുടെ സന്ദേശങ്ങൾ, ഫോൺ കോളുകൾ, ലൊക്കേഷൻ വിവരങ്ങൾ എന്നിവ തത്സമയം നിരീക്ഷിക്കാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2021 ആരംഭിച്ച ഈ പ്രവർത്തനം ഏകദേശം 3 വർഷത്തോളം തിരിച്ചറിയപ്പെടാതെ തുടർന്നു എന്നത് ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജൻസികളുടെ വലിയൊരു സുരക്ഷാ വീഴ്ചയെയാണ് വിലയിരുത്തപ്പെടുന്നത്. 2024 ചാരപ്രവർത്തനം കണ്ടെത്തപ്പെട്ടുവെങ്കിലും ഭീഷണി ഇപ്പോഴും ഒഴിവായിട്ടില്ല എന്നതാണ് വസ്തുത. നിലവിലെ പ്രധാനമന്ത്രി കീർ സ്റ്റാമറിനെയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട് ഹാക്കിംഗ് ശ്രമങ്ങൾ ഇപ്പോഴും സജീവമാണെന്നും സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചൈനയുമായുള്ള സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ പുതിയ ലേബർ പാർട്ടി സർക്കാർ ശ്രമിക്കുന്നതിനിടെയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ലണ്ടനിൽ ചൈനീസ് എംബസി നിർമ്മിക്കാനുള്ള അനുമതി നൽകിയതിന് തൊട്ടു പിന്നാലെ ഇത്തരം വിവരങ്ങൾ പുറത്തുവന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ എംബസി ലണ്ടനിൽ നിർമ്മിക്കാൻ ചൈനയ്ക്ക് ബ്രിട്ടീഷ് സർക്കാർ അനുമതി നൽകി ദിവസങ്ങൾക്കുള്ളിലാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നതെന്നതും ശ്രദ്ധേയമാണ്. ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ പുറത്തുവന്ന ഈ റിപ്പോർട്ടുകൾ ലേബർ പാർട്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കീർ സ്റ്റാമറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരമേറ്റെങ്കിലും ഹാക്കിംഗ് ഭീഷണി അവസാനിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. സാധാരണ ഒരു ഹാക്കിംഗ് പോലെ വിവരങ്ങൾ ചോർത്തി പിന്മാറുന്നതിന് പകരം ഭരണകൂടത്തിന്റെ ശൃംഖലകളിൽ സ്ഥിരമായി നിലയുറപ്പിച്ച് വിവരങ്ങൾ തത്സമയം നിരീക്ഷിക്കാനാണ് സോൾട്ട് ടൈഫൂൺ ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രധാന ഉപദേശകൻ, ക്യാബിനറ്റ് സെക്രട്ടറിമാർ എന്നിവരുടെ വിനിമയങ്ങൾ ഇപ്പോഴും നിരീക്ഷണത്തിലാണെന്നും ഇന്റലിജൻസ് ഏജൻസികൾ കരുതുന്നുണ്ട്. പുതിയ സർക്കാർ എടുക്കുന്ന നയപരമായ തീരുമാനങ്ങൾ പുറം ലോകം അറിയുന്നതിന് മുൻപ് തന്നെ ചൈനയിൽ എത്തുന്നുണ്ടോ എന്ന വലിയ ആശങ്കയാണ് ഇത് ഉയർത്തുന്നത്. ഹാക്കർമാരുടെ കൈവശം ഇപ്പോൾ എത്തിയിട്ടുള്ള വിവരങ്ങൾ ബ്രിട്ടന്റെ ദേശീയ സുരക്ഷയെ തന്നെ ബാധിച്ചേക്കാം. ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ സ്വകാര്യ സംഭാഷണങ്ങൾ, ഇമെയിലുകൾ, മറ്റ് ലോകരാജ്യങ്ങളുമായുള്ള രഹസ്യ നയതന്ത്ര ചർച്ചകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നയതന്ത്രപരമായ വിവരങ്ങൾ കൂടാതെ ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോർത്തുന്നത് വഴി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ സ്വാധീനിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ, പ്രതിരോധ രഹസ്യങ്ങൾ എന്നിവ ചൈനീസ് ഭരണകൂടത്തിന്റെ പക്കലെത്തിയിട്ടുണ്ടാകാമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന അപകടം. ഏകദേശം 3 വർഷത്തോളം ഇത്രയും വലിയൊരു ചാരപ്രവർത്തനം നടന്നിട്ടും അത് കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജൻസികളുടെ വിശ്വാസ്യതയെ ബാധിച്ചിട്ടുണ്ട്.